ഹരിഗോവിന്ദൻ അടക്കാപുത്തൂര് ശില്പിയാണ്. അങ്ങനെ ആളുകളുടെ ഛായാപ്രതിമകൾ, പിന്നെ വിഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ബ്രോൺസ് എന്നല്ല, എല്ലാതരം ലോഹങ്ങളിലും, സിമെൻറ്റും ഫൈബർ ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസിലും ചെയ്തുകൊണ്ട് ഇരിക്കണം. ഒരു 10-25 വർഷമായിട്ട് ഈ ശില്പത്തിൻ്റെതായിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. അത് ഇന്ത്യൻ ആർട്ടായും കൊണ്ടുള്ളത് കൊണ്ട് വെസ്റ്റേൺ സമ്പ്രദായത്തിലുള്ള റിയലിസ്റ്റിക് വർക്കുകളായിട്ടും ഏത് വിധേനയുള്ള ശില്പങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ബ്രോൺസിലുള്ള ക്ഷേത്ര വിഗ്രഹങ്ങളാണ് അധികം. അതിങ്ങനെ പ്രതിഷ്ഠാ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ധാരാളം ചെയ്യണമുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ എന്നാണ് ഞാൻ പറയുക. ഞങ്ങൾ പൊതുവെ ശില്പികൾ തന്നെയാണ്. മൂശാരി എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ ക്ഷേത്ര വിഗ്രഹങ്ങളുടെയൊക്കെ പ്രതിഷ്ഠാ വിഗ്രഹങ്ങളുടെയൊക്കെ നിർമ്മാണങ്ങളാണ് അധികം പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ ചെയ്തു വരുന്നു. അതിനെ കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെ കോളേജ് ഫൈൻ ആർട്സ് ലെവലിലൊന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഒരു വരിക്കാശ്ശേരി കൃഷ്ണ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞിട്ടൊരു മഹാനായ ശില്പിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയൊക്കെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ മെറ്റൽ കാസ്റ്റിങ്ങിലും മറ്റുമൊക്കെ അതും വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ വർക്കുകളായാലും എത്ര വിഷമം പിടിച്ച വർക്കുകളായാലും ഏറ്റെടുക്കാനും ചെയ്യാനുമുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രവർത്തിച്ചു പോകണം. ഏതൊക്കെ വർക്കാണ് മെയിനായിട്ട് എടുക്കുകയാണ് ഇപ്പം അധികവും ക്ഷേത്ര വിഗ്രഹങ്ങളാണ്. മറ്റേ ഈ കലാപരമായിട്ടുള്ള ഈ സിമെന്റിലും മറ്റുമൊക്കെ ഉള്ള റിയലിസ്റ്റിക് വർക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ളതും ചുമരിലൊക്കെ ഉള്ള റിലീഫ് വർക്കുകൾ, പോർട്രേറ്റ്സുകൾ ഒക്കെ ആളുടെ താല്പര്യം, ഏൽപ്പിക്കണവരുടെ താല്പര്യം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് മെറ്റീരിയൽസിൽ വേണമെങ്കിലും ചെയ്യും. അത് ഒരേ തരം വർക്കുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ആ ബിസിനസ് ടൈപ്പിലേക്ക് ഞാൻ പോകാറില്ല. പുതിയ അതെ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് മോഡലിങ്ങിലാണ് താല്പര്യം. അപ്പം അത് ഓരോ വർക്കും പുതിയതായിട്ട് ചെയ്യാം. അപ്പോൾ വിഗ്രഹങ്ങൾ തന്നെ ഞാൻ ഒരേമാതിരി കോപ്പി എടുത്ത് ചെയ്യാറില്ല. ക്ഷേത്ര സമ്പ്രദായ പ്രകാരം എങ്ങനെ വെച്ചാൽ ഈ ശില്പി എന്ന് പറയുന്നത് അതിന് മാതൃസ്ഥാനം പിതൃസ്ഥാനമൊക്കെയാണ്. അപ്പം അത് എൻ്റെ മക്കളുടെ സ്ഥാനം തന്നെയാണ് ശില്പത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന്. അപ്പം അത് ഏറ്റവും നല്ല ഉത്തമമായും കൊണ്ട് ചെയ്യുക എന്നുള്ള തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ പറ്റി പറയുക വെച്ചാൽ അവർ ശ്രേഷ്ഠന്മാരായി തീരുമ്പോഴാണ് നമ്മൾ അവരെ എടുത്തു പറയും. അതേമാതിരി ഓരോ വർക്കും ശ്രേഷ്ഠമായി തീരണം എങ്കിലാണ് അതാണ് ഈ ശില്പിയുടെ അത് ഏത് വേണേലും ചെയ്യാം. അതായത് ഞാനിത് മോഡലിംഗ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ അനാറ്റമി എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ ശരീരഘടനകളൊക്കെ മുഴുവനും പഠിച്ച് അങ്ങനെയാണ് മോഡലിംഗ്. അത് ഇനിയിപ്പം മൃഗങ്ങളുടെ ആണെങ്കിലും അപ്പം അത് പഠിക്കും. അത് പഠിച്ചിട്ട് അത് നമ്മുടെ കൈവരലിൽ എത്തിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന വിഷയം എന്നുള്ളതില്ല, ഇന്നത് ചെയ്യൂന്നില്ല. ഏതാണോ ആവശ്യപ്പെടുന്നത്, താല്പര്യപ്പെട്ടിട്ട് ഒരാൾ നമ്മളെ ഓർഡർ തരുമ്പോൾ അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മോഡൽ ചെയ്ത് ചെയ്യും. അത് വിഷയമില്ല. അപ്പൊ നമുക്ക് അതിനുള്ള ഇത് ദൈവം തന്നെ. ഓ തീർച്ചയായിട്ടും. ഇതിപ്പോ എന്റെ ഗുരുവിന്റെ ഒരു ശില്പമാണ്. ഞാൻ ഇതേമാതിരി ഇങ്ങനെ ബ്രോൺസിൽ അവർക്ക് ചെയ്ത് അവരുടെ മക്കൾക്കൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. വരിക്കാശ്ശേരി കൃഷ്ണ നമ്പൂതിരിപ്പാട് എന്നാണ്. ഇതേമാതിരി റിയലിസ്റ്റിക് വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഓ ഒരു സംശയമില്ല. ഫുൾ ഫിഗർ ആയാലും എത്ര വലുപ്പമുള്ള ഒരു 10-30 അടി ഹൈറ്റിലുള്ള ശില്പങ്ങൾ ചെയ്യാനൊന്നും വിഷമില്ല. പക്ഷെ ഞാൻ ഈ ഇന്ന് കാണുന്ന ശില്പങ്ങളൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ റേറ്റിന് ഏറ്റവും മോശമായിട്ട് ചെയ്യും. അപ്പൊ ഈ കൊട്ടേഷൻ സമ്പ്രദായത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ നിലയ്ക്ക് അത് ശരിക്കും നല്ലൊരു വർക്കല്ല. ഇന്നിപ്പോൾ നന്നായിട്ട് മോഡൽ ചെയ്യാൻ അറിയുന്ന ആളുകളും കുറവാണ്. അപ്പൊ ഈ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ടോപ്പ് വർക്കിന് മാത്രമേ നിലനിൽക്കും. മറ്റേതൊക്കെ അത് കാലം അതിനെ കളയും. ക്ലേയിൽ ചെയ്ത്
അത് മെറ്റലിൽ കാസ്റ്റ് ചെയ്ത് ബ്രോൺസിൽ തന്നെ ചെയ്ത് കൊടുത്തത്. ലൊക്കേഷൻ വരുന്നത് ഇത് പാലക്കാട് ജില്ലയാണ്, കേരളത്തിലെ പാലക്കാട് ജില്ലയാണ്, അടക്കാപുത്തൂർ എന്നാണ് പറയുക.